ഫൈൻഡ് യൂണിയൻ ഓഫ് ആർബിട്രറിലി മെനി സെറ്റ്സ്, അതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ ഓഫ് ആർബിട്രറിലി മെനി സെറ്റ്സ്. അപ്പോൾ നമുക്ക് 2 സെറ്റോ 3 സെറ്റോ അല്ലെങ്കിൽ 10 സെറ്റോ ആണെങ്കിൽ യൂണിയൻ കാണാനറിയാം, ഇൻ്റർസെക്ഷൻ കാണാനറിയാം. ഇൻഫിനിറ്റ്ലി മെനി സെറ്റുകൾ ഉണ്ടെങ്കിൽ ഹൗ ടു ഫൈൻഡ് ദെയർ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ, ഇതാണ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സപ്പോസ് an where n element of n is are called sets. That means we have a1, a2, a3, etc. We have infinitely many sets. So union over n an or union over n equal to 1 to infinity an. ഇനി അതുമല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, യൂണിയൻ ഓവർ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് an. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: സെറ്റ് ഓഫ് ഓൾ x such that x element of an for some n element of natural numbers. ഓക്കെ, അതായത് ഇതിലേതെങ്കിലും ഒരു anലെങ്കിലും എക്സ് ഉണ്ടെങ്കിൽ എക്സ് ആ യൂണിയനിൽ ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ ഓവർ n നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇതിനെയും ഇതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ ഓവർ n an എഴുതാം, ഇൻ്റർസെക്ഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an എഴുതാം, ഇൻ്റർസെക്ഷൻ ഓവർ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് an എഴുതാം. ഇതൊക്കെ ഇതിൻ്റെ നൊട്ടേഷൻസ് ആണ്. വി വിൽ ഡിഫൈൻ ഇറ്റ് ലൈക്ക് ദിസ്: സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് x എലമെൻറ്റ് ഓഫ് an ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എല്ലാ anലും ഉള്ളവർ മാത്രം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻഫിനിറ്റ്ലി മെനി സെറ്റുകളുടെ യൂണിയനും ഇൻ്റർസെക്ഷനും ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് ചില പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ 2 പ്രോബ്ലംസ് വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. വാട്ട് ഇസ് an? an is given as set of all n plus 1 into k where k element of n. ഇതാണ് ക്യാപിറ്റൽ എ സഫിക്സ് n. സോ വാട്ട് ഇസ് a1? നമുക്ക് ഈ സെറ്റ് എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. a1 എന്ന് പറയുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു. സോ 1 + 1 2k where k element of n. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. k element of n, k is a natural number, it is multiplied by 2. So we have 2, 4, 6, 8, etc. This is our a1. Now what is a2? Here n is equal to 2. അപ്പോൾ ഈ anൻ്റെ ഡെഫിനിഷനിൽ എന്നിന് പകരം 2 കൊടുത്തു കഴിഞ്ഞാൽ 2 + 1 3k where k element of natural numbers. അതായത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 1 × 3 3, then 2 × 3 6, 9, 12, 15, etc. This is our a2. അപ്പോൾ ഇൻ ജനറൽ ഇപ്പോൾ നമുക്ക് a100 എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും 101 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കിട്ടുന്ന സെറ്റാണ് a100 എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഇസ് a1 ഇൻ്റർസെക്ഷൻ a2. വാട്ട് വിൽ ബി a1 ഇൻ്റർസെക്ഷൻ a2? സോ a1ൽ ഉണ്ടാവണമെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 2. a2വിൽ ഉണ്ടാവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 3. സോ a1ലും a2വിലും ഉണ്ടാവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 2 ആസ് വെൽ ആസ് ഇറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 3. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 6. അപ്പോൾ നമുക്ക് 6, 12, 18, etc. ആണ് നമ്മുടെ സെറ്റ് എന്ന് പറയാം. ഇതെന്ന് പറയുന്നത് a5 എന്ന് പറയുന്ന സെറ്റാണ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ ഭാഗം എല്ലാ anകളുടെയും കൂടി യൂണിയൻ കണ്ടുപിടിക്കുക. യൂണിയൻ ഓവർ an കണ്ടുപിടിക്കുക. അപ്പോൾ ആലോചിക്കുക, ദിസ് മീൻസ് a1 യൂണിയൻ a2 യൂണിയൻ
A3 യൂണിയൻ എക്സെട്ര. A1 എന്ന് പറഞ്ഞാൽ 2, 4, 6 എക്സെട്ര എല്ലാവരും ഉണ്ട് ഇവിടെ. A2 എന്ന് പറയുമ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാവരും, A3 എന്ന് പറയുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാവരും, ഇങ്ങനെ എല്ലാവരും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, 2 യൂണിയനിലുണ്ടോ? യെസ്, ബിക്കോസ് 2 ഈസ് ഇൻ A1. 3 യൂണിയനിലുണ്ടോ? സിൻസിൻ്റെ സിമ്പലാണ് കേട്ടോ, നമ്മുടെ ദർഫോർ തിരിച്ചിടുക. 3 യൂണിയനിലുണ്ടോ? ഉണ്ട്, കാരണം 3 A2-ലുണ്ട്. 4 ഉണ്ടോ? 4 ഉറപ്പായിട്ടും ഉണ്ട്, കാരണം 4 ഒന്നാമത്തെ കാര്യം അത് A1-ൽ തന്നെയുണ്ട്, അതല്ലെങ്കിൽ A3-ലുണ്ടാവും. A3 എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണ് വരിക. ഇങ്ങനെ പോകുമ്പോൾ ഒരു നാച്ചുറൽ നമ്പർ n AN-ലുണ്ടായിരിക്കുമോ? യൂണിയൻ ഓവർ n AN-ലുണ്ടായിരിക്കുമോ? ഉണ്ടാവും, കാരണം ആ n എന്ന് പറയുന്നത് AN-1-ലുണ്ടായിരിക്കും. AN-1 എന്ന് പറഞ്ഞാൽ n-ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അവരെല്ലാം ഏതെങ്കിലും ഒരു AN-ലുള്ളത് കൊണ്ട് അവരൊക്കെ യൂണിയനിലുണ്ടാവും, എക്സെപ്റ്റ് 1 മാത്രം ഇതിലൊരു സെറ്റിൽ പോലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ യൂണിയൻ എന്താണ് വരിക? യൂണിയൻ ഓവർ n AN എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് അതർ ദാൻ 1. So this is our union. Now what about intersection? എല്ലാ AN-ലും ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു intersection over n AN. ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം. 2 ഇൻ്റർസെക്ഷനിലുണ്ടോ? ഇൻ്റർസെക്ഷനിൽ ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സെറ്റിലെങ്കിലും ഇല്ലാതിരുന്നാൽ മതി. സോ ഐ ആം ടേക്കിംഗ് എ നാച്ചുറൽ നമ്പർ n. ഈ n AN-ലുണ്ടായിരിക്കുമോ? വാട്ട് ഈസ് AN? AN മീൻസ് സെറ്റ് ഓഫ് ഓൾ n+1 ഇൻറ്റു k. n+1ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് AN-ലുണ്ടാവുക. അപ്പോൾ ഒരിക്കലും n ഒരിക്കലും n+1ൻ്റെ മൾട്ടിപ്പിൾ ആവില്ലല്ലോ. അതുകൊണ്ട് n is not an element of AN. അപ്പോൾ ഞാൻ എടുത്തത് n ആരാ? ഏതോ ഒരു നാച്ചുറൽ നമ്പർ. അപ്പോൾ ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും അത് AN-ൽ ഉണ്ടായിരിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് AN. അപ്പോൾ ഒരു സെറ്റിൽ ഇല്ലെങ്കിൽ പിന്നെ അതിന് ഇൻ്റർസെക്ഷനിൽ ഉണ്ടാവാൻ പറ്റുമോ? സോ ദിസ് ഇംപ്ലൈസ് n is not in intersection over an AN. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും നാച്ചുറൽ നമ്പറിന് ഇൻ്റർസെക്ഷനിൽ ഉണ്ടാവാൻ പറ്റുന്നുണ്ടോ? ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർസെക്ഷൻ ഓവർ AN എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എൻ എംപ്റ്റി സെറ്റ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പ്രോബ്ലം എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് യൂണിയൻ ഓവർ n ഈക്വൽ ടു 1 to infinity ഓപ്പൺ ഇൻ്റർവൽ മൈനസ് n. യൂണിയൻ n ഈക്വൽ ടു 1 to infinity ഓപ്പൺ ഇൻ്റർവൽ മൈനസ് n. ഇപ്പോൾ ആലോചിക്കുക, വാട്ട് ഇസ് I am defining AN as open interval minus n. So here I have 0, this is my real line, minus 1, 1. What is A1? It is open interval minus 1, 1. This part. A2, it is minus 2, 2. A3 is minus 3, 3. If you take union of all these sets, we can see that every real number belongs to some set minus n. Therefore, union n equal to 1 to infinity minus n, open interval minus n is nothing but set of all real numbers. This is standard notation for set of all real numbers. Okay. This is how we define union and intersection of infinitely many sets. ഇനി നമുക്ക് അറിയില്ല നമ്മുടെ കളക്ഷൻ. വി ഹാവ് എ കളക്ഷൻ ഓഫ് സെറ്റ്സ്. നമ്മുടെ കയ്യിലൊരു കളക്ഷൻ ഓഫ് സെറ്റ്സ് ഉണ്ട്. ഈ കളക്ഷനിൽ എത്ര ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയില്ല. വി ഡോണ്ട് നോ ഹൗ മെനി
sets are there in our collection, and we have to define their union and intersection. Okay, അപ്പോൾ ആ കളക്ഷനെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. കളക്ഷൻ എ ആൽഫ where alpha belongs to capital lambda, where capital lambda is an index set. ഇതൊക്കെ ചില മാത്തമാറ്റിക്സ് എഴുതുന്ന ചില രീതികൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ ഞാൻ എഴുതുന്നത് കേട്ടോ. നമ്മൾ ഈ A1 A2 A3 എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഇൻഡെക്സ് സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 സഫിക്സുകളുടെ സെറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ എ ആൽഫ വർ ആൽഫ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ലാംഡ, ഇങ്ങനെ ഒരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഡിഫൈൻ യൂണിയൻ ആൽഫ എലമെൻറ്റ് ഓഫ് ലാംഡ എ ആൽഫ. അപ്പോൾ ഇവരുടെ യൂണിയൻ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ദിസ് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു A alpha for some alpha belongs to lambda. നേരത്തെ പോലെ തന്നെ അവിടെ എന്നിന് പകരം ഇവിടെ ആൽഫ എന്ന് എഴുതുന്നു, ക്യാപിറ്റൽ നാച്ചുറൽ നമ്പേഴ്സിന് പകരം ലാംഡ എന്ന് എഴുതുന്നു. സിമിലർലി ഇൻ്റർസെക്ഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും? ദിസ് ഇസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൽഫ ഫോർ ഓൾ ആൽഫ എലമെൻറ്റ് ഓഫ് ലാംഡ. ഫോർ ഓളിൻ്റെ സിമ്പിളാണിതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ പഠിക്കുക കേട്ടോ. സോ ഇവിടെ ഫോർ സം ആണ്, ഇവിടെ ഫോർ ഓളാണ്. വീണ്ടും യൂണിയൻ ആയിരിക്കുമ്പോൾ ഫോർ സം ഏതെങ്കിലും ഒരു സെറ്റിലുണ്ടായാൽ മതി. ഇൻ്റർസെക്ഷൻ ആകുമ്പോൾ അത് ഫോർ ഓൾ. സീ ദ ഡിഫറൻസ്. സോ ഇങ്ങനെയാണ് നമ്മൾ ആർബിട്രറിലി മെനി സെറ്റുകളുടെ, ആർബിട്രറി എന്ന് പറയുമ്പോൾ എത്രയുണ്ടെന്ന് അറിയാത്ത അവസ്ഥ, ആർബിട്രറിലി മെനി സെറ്റുകളുടെ യൂണിയനും ഇൻ്റർസെക്ഷനും നമ്മൾ ഇതുപോലെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അടുത്ത ഈ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്, കാരണം ഒരുപാട് ലെങ്ത് ആയിക്കഴിഞ്ഞാൽ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അടുത്ത സെഷനിൽ, 5ാമത്തെ സെഷനിൽ നമ്മൾ ഫങ്ഷൻസ് എന്നുള്ള ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുവരെയുള്ളതെല്ലാം ശ്രദ്ധിച്ച് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.